നമസ്കാരം. പാലങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അടുത്തിടെ നമ്മുടെ സൈനികർ കെട്ടിയ ബെയിലി പാലത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തിനാണ് പാലം കെട്ടുന്നത് എന്ന് നമുക്കറിയാം. അതായത് ദുർഘടമായ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അങ്ങനെയാണല്ലോ നമ്മൾ പാലം കെട്ടുന്നത്. ഇതിന് നടുക്ക് ചിലപ്പോൾ വലിയ പുഴയാകാം, കിടങ്ങാകാം, അതിനൊക്കെ കുറുകെയാണ് പാലം വരുന്നത്. ഒരു വഴിയിൽ നിന്നും അടുത്ത വഴിയിലേക്ക്, അല്ലേ? ഒരു പാലത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയൊക്കെ വിശദീകരണം ആവശ്യമുണ്ടോ എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കാരണമുണ്ട്. ബീഹാറിലെ അരാരിയ ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ ഒരു പാലത്തിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. 3 കോടി രൂപ, ഒരിക്കൽ കൂടി പറയുന്നു, 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പാലം ഒരു വലിയ പാടത്തിന് നടുവിൽ ഇപ്പോൾ തല ഉയർത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ പാലത്തിന് തമ്മിൽ ബന്ധിപ്പിക്കാൻ റോഡില്ല. ചുറ്റിലും നോക്കിയാലും റോഡിൻ്റെ ഒരു പൊടി പോലുമില്ല കാണാൻ. അപ്രോച്ച് റോഡില്ലാതെ പണിത പാലമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ജില്ലാ കളക്ടറൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. പരമാനന്ദപൂർ ഗ്രാമത്തിൽ ഏകദേശം 3 കിലോമീറ്റർ റോഡും ഒരു പാലവും ഉൾപ്പെട്ട നിർമ്മാണ പദ്ധതിക്കായി ബീഹാറിലെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതി പ്രകാരം പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ഇവിടെ മഴക്കാലത്ത് ഒരു പുഴ പോലെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ സമയം ഇതുവഴി സഞ്ചരിക്കാനാവില്ല. അല്ലാത്ത സമയങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാവാറുമില്ല. ഏതായാലും ഈ പ്രശ്നം പരിഹരിച്ച് മഴക്കാലത്തും യാത്ര സുഗമമാക്കാൻ ലക്ഷ്യമിട്ടാണ് റോഡും പാലവും നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. പാലം നിർമ്മിക്കാൻ വേണ്ട സ്ഥലം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. പക്ഷേ റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. എന്നാൽ റോഡിനുള്ള ശ്രമം എങ്ങും എത്തിയില്ല എങ്കിലും പാലം നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ ജില്ലാ ഭരണകൂടം വിചിത്രമായ തീരുമാനമെടുത്തു. സാധാരണയായി റോഡിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ പാലം നിർമ്മാണം കൂടി നടത്തുന്നത്. അതായത് റോഡ് നിർമ്മാണം തുടങ്ങുന്നു, അതിനോടൊപ്പം പാലത്തിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പാലത്തിന് സാങ്ഷൻ കിട്ടിയല്ലോ, അങ്ങനെയെങ്കിൽ പാലത്തിൻ്റെ നിർമ്മാണം അങ്ങ് പൂർത്തിയാക്കാം, റോഡ് ഏതെങ്കിലും കാലത്തും. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും അരാറിയ ജില്ലാ മജിസ്ട്രേറ്റ് ഇനിയാദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥലത്ത് പോയി കാര്യം മനസ്സിലാക്കാൻ സബ് ഡിവിഷണൽ ഓഫീസറോടും സർക്കാർ ഓഫീസറോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഭൂമി ലഭിച്ചില്ലെങ്കിൽ പാലം മാത്രമായി എങ്ങനെ നിർമ്മിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതൊക്കെ ഈ രാജ്യത്ത് മാത്രമേ നടക്കുകയുള്ളൂ, അല്ലേ? ഏതോ ഒരു വീഡിയോ, അടുത്ത കാലത്തൊക്കെ വലിയ വൈറലായ ഒരു വീഡിയോയിൽ പറയുന്നൊരു വാചകം കടമെടുത്ത് പറയട്ടെ, എന്തൊക്കെയാടാ ഈ നാട്ടിൽ നടക്കുന്നത്?